ഹായ് മക്കളെ, അമ്മ വന്നു കേട്ടോ. പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. എല്ലാ പ്രായക്കാർക്കും ഒരു ദോഷമുള്ള കാര്യങ്ങൾ അമ്മ പറയുന്നില്ലല്ലോ, അതെല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഇന്നമ്മ വേറെ ടിപ്പായിട്ടാണ് വന്നത്. മുട്ടത്താളിയെ പറ്റി പറഞ്ഞുതരാം. കോഴിമുട്ടത്താളി മുടി വളരാൻ ഇത്രയും നല്ലൊരു ഇതില്ല മക്കളെ, നല്ലതാണ്. ഇപ്പോഴൊക്കെ നമുക്ക് ഈ ലഗോൺ കോഴിയുടെ മുട്ടകളാണ് കിട്ടുക. അപ്പോൾ മഞ്ഞ കുറവാണ്, മഞ്ഞ അതിൽ കൂടുതലല്ലേ അല്ലേ, മഞ്ഞ കൂടുതലാണ് കുറവാണ്. അതിൽ അമ്മയ്ക്ക് ഈ വീട്ടിൽ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ നാടൻ കോഴിയുടെ മുട്ട ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് മുട്ട കിട്ടുകയെന്ന് അമ്മയ്ക്ക് അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ മുട്ടത്താളിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഏത് കോഴിമുട്ട എടുത്താലും അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ മുടിക്ക് അനുസരിച്ച് എടുത്തോളുണ്ടോ. കോഴിമുട്ട ഫുള്ളായിട്ട് എടുക്കണ്ട, മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം എടുത്താൽ മതി നിങ്ങൾ കേട്ടോ. വെള്ളം മാത്രം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യണ്ട. ബീറ്റ് ചെയ്യണതുള്ളവർ അങ്ങനെ ചെയ്തോളും. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് അടിച്ചോളി, എന്നാലും നല്ല പതഞ്ഞ് വരും. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, സ്പൂണിട്ടിട്ട് നന്നായി ഇളക്കിക്കോളൂ. മുടിക്ക് അനുസരിച്ച് എടുത്തോളൂ. ചിലവർക്ക് 2 കോഴിമുട്ടയുടെ വെള്ളം വേണ്ടി വരും, ചിലവർക്ക് ഒരു കോഴിമുട്ടയുടെ വെള്ളം വേണ്ട. അപ്പോൾ അമ്മ എന്താ പറഞ്ഞു തരുന്നത് വെച്ചാൽ, മുട്ട താളി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതെന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മുടി നന്നായി ചീവി, നമ്മൾ ഏതെണ്ണയാണോ തേക്കണത് അത് നന്നായി ചൂടാക്കി തലയിൽ നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മളങ്ങനെ റെസ്റ്റായിട്ട് വെക്കണം. തല ഫ്രീ ആയിട്ട് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ച് അവിടെ ഇരുന്നോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിമുട്ട നന്നായി പതപ്പിച്ചിട്ട് അതിലേക്കൊരു മുറി ചെറുനാരങ്ങ വേണമെന്നില്ല, ഒരു 4 തുള്ളി ചെറുനാരങ്ങ എടുത്താൽ മതി. അത് നന്നായി മുട്ടയുടെ വെള്ളയും ഈ ചെറുനാരങ്ങയുടെ നീരും കൂടി മിക്സ് ചെയ്ത കുരു പെടണ്ട കേട്ടോ. കുരു നിങ്ങൾ മാറ്റി വെച്ചോളൂ സ്പൂൺ കൊണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം, തലയിൽ നന്നായി ഇങ്ങനെ മുടി ഇങ്ങനെ ചീർപ്പോണ്ട് ഇങ്ങനെ എടുത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചോളൂ. ഓട്ടിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ 2 കോഴിമുട്ട വെള്ളം എടുത്താൽ ചിലവർക്ക് മുടിക്ക് അനുസരിച്ചിട്ടും തലയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ ഉള്ളൂ അതിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നറിയാം. നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ വെള്ളം തോനെ എടുത്തോളൂ കേട്ടോ. അതാണ് അമ്മ പറയുന്നത്. കോഴിമുട്ടയുടെ മഞ്ഞയാണോ വെള്ളയാണോ, ചില കോഴിമുട്ടയിൽ മഞ്ഞയാണോ കൂടുതൽ. നാടൻ കോഴിമുട്ടയും ലഗോൺ കോഴിമുട്ടയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് നിങ്ങളതെടുത്ത് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ച് മുടി നല്ല മേപ്പെട്ട് കെട്ടി അരമണിക്കൂർ അങ്ങനെ വെച്ചോളൂ. അരമണിക്കൂർ അങ്ങനെ വെച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എഴമ്പിലൊക്കെ തേച്ചോളൂ കേട്ടോ. കളയൊന്നും വേണ്ട, ഉണ്ടെങ്കിൽ തേച്ചോളൂ, ഇല്ലെങ്കിൽ അങ്ങനെ മതി. എന്നിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കണ സമയത്ത് നന്നായിട്ട് ഷാമ്പു ഒന്നും ഇടണ്ട കേട്ടോ, ഒന്നും വേണ്ട, സാധാ തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞ് നോക്കൂ. മുടി നല്ല സ്മൂത്തി ആയിട്ടുണ്ടാവും. പിന്നെ മുടി നന്നായി വളരും ചെയ്യും. അതൊരു കെമിക്കലുള്ള സാധനങ്ങളൊന്നുമല്ല, നന്നായി വളരും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കണം. എന്നിട്ട് അമ്മയുടെ അഭിപ്രായം പറയണം, കമൻറ്റ് ബോക്സിൽ ഇടണം. ഈ അറിവ് നമ്മുടെ കുട്ടികൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇത് ഏത് പ്രായക്കാർക്ക് എപ്പോഴും തേക്കാം കേട്ടോ. കുട്ടികളെ നമ്മൾ പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, മുടി മുറിച്ച് കൊടുന്നു കഴിഞ്ഞാൽ കുട്ടികളെ മൊട്ടടിക്കുക, ആദ്യത്തെ മുടി പറ്റ കളയും. കുട്ടികളെ പറ്റ കളഞ്ഞ് അപ്പോൾ ആ തലമുടി വളരാൻ വേണ്ടി കോഴിമുട്ടയുടെ വെള്ളം നന്നായി മസാജ് ചെയ്ത് കുഞ്ഞു കുട്ടികൾക്കടക്കം നമ്മൾ തേപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെറുനാരങ്ങയൊന്നും പിഴിഞ്ഞ് പാരുന്നില്ല, വെറും കോഴിമുട്ടയുടെ വെള്ളം തേപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് കുട്ടികളുടെ മുടി കഴുകി കളയണം. 3-ാം ദിവസത്തേക്ക് നല്ല കറുത്ത മുടി അവർക്ക് വരുന്നുണ്ട്. നമ്മൾക്ക് അനുഭവം ഉണ്ടാകും. ആ കുട്ടികളിൽ നമുക്ക് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ മക്കളെയൊക്കെ അങ്ങനെ തേപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ മുടി പറ്റ കളഞ്ഞ് ഇങ്ങനെ കോഴിമുട്ട വെള്ളം തേക്കുമ്പോൾ നല്ല കറുത്ത മുടി വരുന്നത് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുടിയുണ്ട്, അത് എത്ര കുറച്ചേ വളരുന്നുള്ളൂ, അറിയാലോ. ഒരു മാസത്തിലൊരു ഇത്ര ശല്യം വളരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കോഴിമുട്ടയുടെ വെള്ളം തേച്ചതിൻ്റെ പിറ്റേ ദിവസമായി നമുക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങളിത് ആഴ്ചയിൽ 2 പ്രാവശ്യം തേച്ചോളൂ, ധൈര്യമായിട്ട് തേച്ചോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുടി വളരും. ഓക്കെ, ആരൊക്കെയാണ് ഇത് പറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. അതിന് നമ്മൾ ഫാസ്റ്റ് ടെസ്റ്റ് ഇവിടെ ചെയ്ത് നോക്കുക. അതൊന്നും കോഴിമുട്ടയുടെ വെള്ളയ്ക്ക് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, എനിക്ക് അനുഭവത്തിലില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും അതിന് ഇതുവരെ ഒരു അലർജി ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കും അലർജി ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് അമ്മ ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അമ്മ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അമ്മ വരും. ഓക്കെ, അതുവരേക്കും ബൈ.